ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മളെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാവിലെ ഒന്നല്ല കേട്ടോ, ഞാൻ ഉച്ചയ്ക്ക് ശേഷമാണ് വീഡിയോ എടുക്കുന്നത്. എപ്പോൾ നമ്മളിങ്ങനെ രാവിലെ മുതലാണല്ലോ വീഡിയോ എടുക്കൽ, രാവിലെ മുതൽ ഉച്ച വരെയുള്ള നമ്മളെ കാര്യങ്ങളൊക്കെ ആയിട്ടാണല്ലോ വീഡിയോ എടുക്കൽ. അപ്പോൾ ഇന്നെന്തായാലും അയിമന്നൊന്ന് മാറ്റി പിടിച്ചതാണ്. ഒരു പണികളൊക്കെ കഴിഞ്ഞു, അപ്പം അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം അങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതാ മാങ്ങയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇത് മാങ്ങ കുറേ ദിവസമായിട്ട് ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ട് എപ്പോഴോ ഒന്ന് 2-3 ദിവസമായിട്ടായി. വണ്ടി കഴുകാൻ പോയപ്പം അവിടുന്ന് ഇവിടുന്നോ പറിച്ചിട്ട് കൊണ്ടുവന്നതേനു. അപ്പോൾ കുറേയൊക്കെ കുട്ടികൾ തിന്നേ ഇതാക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ അച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതൊന്ന് അരിയാൻ വേണ്ടിയിട്ട് നിൽക്കുന്നതേനു കേട്ടോ. പണികളെല്ലാം കഴിഞ്ഞു, ഇനിയിപ്പോൾ ചോറ് വയ്ക്കാൻ തന്നെ ഉള്ളൂ. അപ്പോൾ എന്തായാലും പണികളൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇതിമേലൊന്ന് ഇരിക്കട്ടെ, വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വെറുതെ നാശമായി പോവുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഒന്ന് അരിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ പണിയിൽ ഇരിക്കുകയാണ്. 2-3 എണ്ണം ഒക്കെ അരിഞ്ഞ് അപ്പോൾ എന്തായാലും ഈ പലകേമേൽ അങ്ങനെ വന്നിരുന്നതാണ് കേട്ടോ. എനിക്കും നാച്ചിക്കും ആ ഒരു പലക ഒരു വീക്ക്നെസ്സാണ് ഇരിക്കാൻ. അപ്പോൾ എൻ്റെ അസിസ്റ്റൻ്റ് എൻ്റെ കൂടെ തന്നെ ഉണ്ട്. എന്താ ഇപ്പോൾ കാട്ടണം, ഞാൻ അവിടെ അരിയാനിരുന്ന് എന്തോ എടുത്തിട്ട് പോയത്, നമ്മൾ വിരലിലിടുന്ന ഓറല്ലേ, അത് എടുത്ത് ഓൻ്റെ കൈമ കൊണ്ടതാണ് കേട്ടോ. അത് ചോദിച്ചിട്ട് തരുന്നതന്നെയില്ല. പിന്നെ ഞാൻ മെല്ലെ സോപ്പിട്ട് വിളിച്ച് വരുത്തി ഒന്നിതവിടെ ഇരിക്കുന്നൊക്കെ പറഞ്ഞ് ഓൻ്റെ കുഞ്ഞി പലകയൊക്കെ എടുത്തിട്ട് വന്നതാണ് കേട്ടോ അതിൻ്റെ അടുത്ത് ഇരിക്കാൻ. ഇപ്പോൾ ഓനും കൂടെ അടുത്തുള്ളതും കൊണ്ട് ഇതെപ്പോൾ അരിഞ്ഞുകൊണ്ട് നിൽക്കുന്നത് പാത്രത്തിൽ ഉണ്ടാവുമെന്നൊന്നും പറയാൻ പറ്റൂല. എന്തായാലും എൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. കത്തി വേണം, ഓനിക്ക് അരിയാൻ കത്തി വേണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മെല്ലെ കത്തി എടുത്താൽ മുറിയും എന്നൊക്കെ പറഞ്ഞ് മെല്ലെ നോക്കിക്കോ അമ്മച്ചി തരാമെന്നൊക്കെ പറഞ്ഞ് മെല്ലെ ഇരുത്തിയതാണ് കേട്ടോ പലകയിൽ. എപ്പോഴാണ് ഓൻ്റെ സ്വഭാവം മാറുക എന്നൊന്നും അറിയില്ല. മിക്കവാറും അത് വാരി തിന്നലേക്കും. മിക്കവാറും എന്നല്ല, ഞാൻ അരിഞ്ഞ് പകുതിയായി മടിയിൽ ഇങ്ങനെ വെച്ചപ്പോൾ ആ പാത്രത്തിൽ നിന്ന് കുറേ വാരി തിന്നുന്നുണ്ട്, കുറേ അതിൽ കളയുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞു കേട്ടോ ഓൻ്റെ പണികൾ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഇരിക്കുന്നത് അത് കണ്ടോ. ഇപ്പോൾ നിച്ചുമോളെ ഇനി എനിക്ക് വീഡിയോ എടുത്ത് തന്നിട്ടുണ്ടായിന്. ഇത് ഇതിൽ കാണുമ്പോൾ രസം കാട്ടണണ്ടില്ലേ. ഞാൻ ഇരിക്കുമ്പോൾ അതുപോലെ തന്നെ ഓനും ഓരോരോ കുസൃതി കാട്ടി അങ്ങനെ പുറകെ തന്നെ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ എന്തിനറിയോ, മാങ്ങ ഞാൻ അരിഞ്ഞ് കഴിഞ്ഞിരിക്കണേ. അപ്പോൾ ഓന് വീഡിയോ എടുക്കണ കണ്ടിട്ട് ഓൻ വീഡിയോ എടുക്കാമെന്നും പറഞ്ഞിട്ടാണ് ഇപ്പോഴത്തെ ഇളക്കം. ഞാൻ എടുത്ത് തരാം വീഡിയോ. കുട്ടി ഇപ്പോൾ കുറേ കാലം ആയല്ലോ അപ്പോൾ ഈ വീഡിയോ അമ്മച്ചി എന്ത് കാട്ടുമ്പോഴും ഫോണും എടുത്ത് വീഡിയോ എടുത്ത് നടക്കണ കാണുന്നത്. അപ്പോൾ ഓന് വീഡിയോ എടുത്ത് തരാമെന്നാണ് ഇപ്പോൾ എന്നോടാ പറയുന്നത്. അതിനിപ്പോൾ തെറ്റി ഇളകുന്നതാണ് കേട്ടോ. അത് വെറുതെ തന്നെ കിറുക്കാണ്. അങ്ങനെ ഞാനിതാ മാങ്ങയൊക്കെ ഒന്ന് അരിഞ്ഞ് എല്ലാം റെഡിയാക്കി വെച്ചു. അപ്പം നമ്മൾ ഉച്ചക്കത്തെ ചോറ് കഴിച്ചിട്ടില്ലേനു. സമയം 2 മണി 2:30 ആവാനായിക്കണ്. അതിൻ്റെ ഇടയിലൊക്കെ മക്കൾക്കൊക്കെ ഓരോന്നൊക്കെ തിന്നാൻ കൊടുത്തത് കൊണ്ട് ആർക്കും അങ്ങനെ പഴിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഉച്ചക്ക് കഞ്ഞിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. ചോറും കറി രാത്രിക്കത്തെ കറിയൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ ഉച്ചക്ക് കറിയൊന്നും ആക്കിയിട്ടില്ലേനു. അപ്പോൾ പിന്നെ ആർക്കും ചോറ് വേണ്ട, കഞ്ഞി മതി എന്ന് പറഞ്ഞു. കഞ്ഞിയും വഴുതനങ്ങ ഉപ്പേരിയും പിന്നെ വടുകയും ഇതൊക്കെ പൊരിച്ചതൊക്കെ ഉണ്ടായിന് കേട്ടോ. അപ്പോൾ പിന്നെ ഇതാ കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് കുട്ടികൾക്കുള്ളത് ഒഴിച്ച് കൊടുക്കുന്നതാണ്. അതിൻ്റെ ഇടയിൽ കൂടെ നിച്ചുമോളാണ് തോന്നുന്നത് മാങ്ങ എടുത്ത് തിന്നണ കാണുന്നുണ്ട്. ഇതിപ്പോൾ അരിഞ്ഞ് നാളെ അച്ചാർ ഇടുമ്പോഴത്തേക്കും അയിമേൽ ഉണ്ടാവുമോ എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാനാണെങ്കിൽ കുറച്ച് എടുത്തിട്ടേ ഉള്ളൂ. അതിൽ തന്നെ ബാക്കി 2 എണ്ണം അതിൽ ബാക്കി വെച്ചിന്. ഇനിയിപ്പോൾ ഓർക്ക് വേണമെങ്കിൽ ഓര് എടുത്തോട്ടെ വിചാരിച്ചിട്ട്. ഒരുപാട് അച്ചാർ ഇട്ട് വെക്കുന്നതിനെക്കാട്ടി നല്ല കുറച്ച് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണല്ലോ. അതുകൊണ്ട് പിന്നെ അങ്ങനെ ഇതാക്കി വെച്ചതാട്ടോ. പിന്നെ അച്ചാർ ഇടാൻ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള താത്താനോട് ഞാൻ പറഞ്ഞിനി കേട്ടോ. ഒരു അന്ന് അരിക്കൽ അച്ചാർ ഇട്ടിട്ട് എനിക്ക് തന്നിട്ടുണ്ടായിന്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞിനു നിങ്ങൾ എനിക്കും അതുപോലെ ഇട്ട് തരണേന്ന് കേട്ടോ. അപ്പോൾ ഈ എല്ലാം അരിഞ്ഞു വെച്ചോ ഞാൻ ഇട്ട് തരാമെന്നൊക്കെ പറഞ്ഞിനു. അങ്ങനെ ഞങ്ങൾ പിന്നെ കഞ്ഞുടിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും കുളിയും എല്ലാം കഴിഞ്ഞ് ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞതാ വൈകുന്നേരം വെറുതെ അങ്ങനെ ആ ഒരു ചേതിമേല പടിമേല അങ്ങനെ വന്നിരുന്നതാണ് കേട്ടോ നാച്ചീനെയും കൊണ്ട്. നല്ല മഴ മൂടലും ഇരുട് മൂടി ചെറുങ്ങനെ ഒരു മഴച്ചാറലൊക്കെ ഉണ്ട്, ചെറിയൊരു ഇടിയും ഒരു മഴേൻ്റെ കോളും ലക്ഷണമൊക്കെ ഉണ്ട് കേട്ടോ. ഒരു തണുത്ത കാലാവസ്ഥയിന്. അപ്പോൾ അവിടെ അങ്ങനെ നാച്ചീനെയും കൊണ്ട് ഇരുന്നപ്പോഴാണ് എന്തെങ്കിലും ഒന്ന് ചായക്ക് കടി ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചത്. അപ്പോൾ പഴം ഉണ്ടേനു. പിന്നെ ആ പഴം പഴുത്തൊരു 3-4 പഴം ഉണ്ടായിന് കേട്ടോ പഴുത്തത്. എന്നാൽ പിന്നെ അതുകൊണ്ട് കുറച്ച് പഴംപൊരി ഉണ്ടാക്കാം. എന്തായാലും നോമ്പ് കഴിഞ്ഞതിന് ശേഷം എണ്ണക്കടി എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ ഈ പുരേൻ്റെ ഉള്ളിൽ ഉണ്ടാക്കിയിട്ടില്ല. നമ്മളത് എന്നല്ല, മിക്കവാറും എല്ലാ വീട്ടിലും അങ്ങനെ തന്നെ ആയിക്കൂലേ. എന്തായാലും നമ്മൾ അങ്ങനെ തന്നെയാണ്, നോമ്പിന് തന്നെയാണ് ആ എണ്ണക്കടി എന്ന് പറഞ്ഞിട്ട് ഡെയിലി ഉണ്ടാക്കുക. അല്ലാത്തപ്പോൾ ഇതുപോലെ എപ്പോഴെങ്കിലുമൊക്കെ ഒരു പഴംപൊരിയോ പക്കവടയോ ഉള്ളിവട എന്തെങ്കിലും ചുട്ടാലായി, അത്രയേ ഉള്ളൂ കേട്ടോ. രാവിലത്തെ കടികളുണ്ടെങ്കിൽ അങ്ങനെ, അല്ലാതെ ഡെയിലി നോമ്പില്ലാത്തപ്പോഴൊന്നും എണ്ണക്കടി ഉണ്ടാക്കി കഴിക്കലില്ല. അപ്പോൾ ഇന്നെന്തോ എനിക്കും ഒരു പൂതി, ആ ഒരു മഴ മൂടലും ആ ഒരു കാലാവസ്ഥയൊക്കെ വന്നപ്പോൾ
നല്ല ചൂട് കട്ടൻ ചായയും അതിനെന്തെങ്കിലും ഒരു എണ്ണക്കടി ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഇരുന്നോടത്തുനിന്ന് മെല്ലെ അങ്ങോട്ട് എണീറ്റ് വന്നു. അപ്പോൾ പഴംപൊരിക്ക് ഞാൻ ഇങ്ങനെയാണ് മാവ് കൂട്ടി വെക്കൽ. മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നല്ലൊന്ന് കറക്കിയെടുത്താൽ നല്ലോണം പൊന്തി വരികയും ചെയ്യും. പിന്നെ കൈകൊണ്ട് ഇങ്ങനെ കുഴച്ച് നിൽക്കും വേണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മൈദ മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ടീന്, കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഏലക്കായിൻ്റെ പൊടി ഉണ്ടായിന്. അപ്പോൾ അതും കൂടെ ഇട്ട് ഒന്ന് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് സ്പൂൺ കൊണ്ട് ഒന്ന് ആ കട്ടയൊക്കെ ഒന്ന് ഉടച്ചിങ്ങനെ ഇളക്കി എടുക്കുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടെ അതിലിട്ട് കറങ്ങുമ്പോഴേ അടിയിലേക്കൊന്നും വെള്ളം എത്താണ്ട് ചിലപ്പോൾ ഇങ്ങനെ കറങ്ങാണ്ട് കളിക്കുമല്ലോ. അപ്പോൾ ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് സ്പൂൺ കൊണ്ടൊന്ന് നല്ലോണം ഇളക്കി അതിനൊരു പാകമാക്കി എടുത്തതാണ്. എന്നാൽ പിന്നെ ഒന്ന് അത് കറക്കിയെടുത്താൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടുമല്ലോ. അപ്പോൾ അതൊന്ന് ആക്കാൻ വേണ്ടിയിട്ട് ഏകദേശം അതിനെ ഒരു പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിനൊന്ന് കറക്കി എടുത്തിക്കണ് ഇതാട്ടോ. ഇനിയിപ്പോൾ അതൊരു പാത്രത്തിൽ ഒഴിച്ചവിടെ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് നേരം അതൊന്ന് അവിടെ മൂടി വെച്ചിട്ടൊക്കെ പിന്നെയും പോയി അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഇരുന്നിട്ടൊക്കെയാണ് കേട്ടോ പിന്നെ ഇത് ചുടാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പോൾ വൈകുന്നേരം ഒരു മഗ്‌രിബിൻ്റെ ബാങ്ക് കൊടുക്കുന്നതിൻ്റെ ഏകദേശം ആ ഒരു സമയമായപ്പോൾ ഞാൻ ചുടാൻ വേണ്ടിയിട്ട് നിന്നീനു. പിന്നെ ചായയും കൂടിയും കഴിഞ്ഞിട്ട് അങ്ങ് നിസ്കരിക്കാൻ കയറാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോഴാണ് കേട്ടോ അത് ചുടാൻ വേണ്ടി നിന്നേ. ഇതെന്തായാലും കുറച്ച് നേരത്തെ ഒന്ന് കലക്കി റെഡിയാക്കി വെച്ചതാണ്. ചിലപ്പോൾ ഇങ്ങനെ തന്നെ ആയിരിക്കൂലേ എല്ലാവർക്കും ഒരു പണിയെടുക്കാൻ. നമുക്ക് ചിലപ്പോൾ മടികളൊന്നും ഉണ്ടാവില്ല. അടുക്കള പണി എടുക്കുമ്പോൾ നല്ലൊരു ഹാപ്പി ആയിട്ട് അങ്ങനെ എടുത്തു പോകും. ചില ദിവസം ഭയങ്കര മടിയായിരിക്കൂലേ. എന്നും നമ്മൾ ഒരേ പണി തന്നെയാണല്ലേ എടുക്കണേ. എവിടെയെങ്കിലും പോകാനൊക്കെ ഉണ്ടെങ്കിൽ എന്തൊരു ഉഷാറില്ല കേട്ടോ നമ്മൾ പണിയെടുക്കുക. ഞാനങ്ങനെയാണ്. എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ ഈ എടുക്കുന്ന പണി തന്നെയല്ലേ. ചിലപ്പോൾ 10 മണിക്ക് പോകണമെന്നുണ്ടെങ്കിലും നമ്മളെ എല്ലാ പണിയും കുടി വരെ കഴിഞ്ഞ് പോകും. അതേ പണികളേക്കും എവിടെയും പോകാനില്ലാത്തപ്പോൾ എടുക്കുക. ചിലപ്പോൾ ഉച്ച വരെ ആവും. ചിലപ്പം വേഗം തീരുകയും ചെയ്യും. ഡെയിലി ഇതന്നെയല്ലേ നമ്മളെ കഥ അല്ലേ. എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടപ്പോൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ എന്താ ഉഷാർ എല്ലാവർക്കും. അങ്ങനെ ഞാൻ മാവൊക്കെ കൂട്ടി വെച്ച് കുറച്ച് നേരം അവിടെ വെച്ചിട്ടൊക്കെ പിന്നെ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ നല്ല എണ്ണച്ചട്ടി അടുപ്പത്ത് വെച്ചിക്കണ്. എണ്ണച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടാണ് പഴം തിരഞ്ഞു പോയത്. ഒന്ന് നാസിമോ കൊണ്ടുത്തന്നെയാണ് കേട്ടോ. ഞാൻ ഓനോട് പറഞ്ഞു പഴം കൊണ്ടെത്താന്ന്. അത് അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കുട്ടീനോട് പഴംപൊരി ചുട്ട് തരാൻ പറഞ്ഞിരുന്നു. പിന്നെ ഓന് പഴം വേണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എന്നെ എണീപ്പിച്ച് കൊണ്ടുതന്നെയാണ് കേട്ടോ രാച്ചി. അപ്പോൾ ഓനെന്നെ ഒന്ന് കൊണ്ടുത്തന്ന്, ബാക്കിയുള്ളത് ഞാനും പോയി എടുത്തിട്ട് വന്നതാണ്. ഇത് നമ്മളെ ചിപ്സ് ഉണ്ടാക്കിയതിൻ്റെ ആ ഒരു പഴമാണ് ചാക്കിൽ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതങ്ങനെ പഴുത്ത് വന്നതാണ് കേട്ടോ. വലിയൊരു മൂക്കാത്തത് അതിനെയും കൊണ്ടാന്ന് തോന്നുന്നു. അങ്ങനെ ഒരു വണ്ണമൊന്നുമില്ല, ഒരു ചെറിയ പഴമാണ്. അപ്പോൾ അതൊന്ന് കണ്ടോ. ഇപ്പം അതിൻ്റെ മേലെ നിന്ന് വീകാനുള്ള പരിപാടിയാണ് ആ കാട്ടുന്നത്. അതിൻ്റെ മേലൊക്കെ ഏതി വലിയുന്നുണ്ടല്ലോ ഓന്. ഞാനവിടെ ക്യാമറ ഓണാക്കി വെച്ചിട്ട് എന്തോ പാത്രമോ എന്തോ എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. ആ സമയത്താണ് ഇപ്പോൾ കാട്ടിയത് കേട്ടോ അത്. നിച്ചുമോളും നാഫി ടി വി എന്തോ കണ്ട് ഇരിക്കുന്നതെന്ന് തോന്നുന്നുണ്ട്. ഒരു പിന്നെ കൊച്ചി ടി വി തുറന്നാൽ പിന്നെ അതിലായിക്കോളും. അപ്പം എന്തായാലും അവിടെ ഇരുന്ന് കാണട്ടെ. നല്ല ഒരു പഴംപൊരിയും ചായയൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കി കൊടുക്കാം. അപ്പം ഞാൻ വേഗം അതൊക്കെ ഒന്ന് മുറിച്ചെടുത്ത് നാച്ചി ആ മേശൻ്റെ മേലെ ഇരിക്കുന്നുണ്ട്. അവിടെ തന്നെ ഇരിക്കണം, എണ്ണച്ചട്ടീൻ്റെ അടുത്ത് വരണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് മെല്ലെ ഇരുത്തിയതാണ്. നിച്ചുമോളും അടുത്ത് തന്നെ ഉണ്ട്. അതിനെക്കൊണ്ട് പേടിക്കാനില്ല. വെറുതെ കിറുക്കാണ് കേട്ടോ. ഉച്ചക്ക് ഉറങ്ങാത്തതിൻ്റെ കിറുക്കാണ് ഓനിക്ക്. അപ്പം മെല്ലെ സോപ്പിട്ട് അവിടെ ഇരുത്തിയതാണ്. ഇനി മഗ്‌രിബിൻ്റെ നേരത്തെ ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ കിടക്കാൻ പോണ സമയമാകുമ്പോഴത്തേക്ക് ഓനും ഇങ്ങോട്ട് എണീറ്റ് വരും. പിന്നെ എൻ്റെ ഉറക്കം ഉണ്ടാവില്ല. അതിനെ കൊണ്ട് ഞാൻ ആ ഒരു സമയത്ത് ഉറക്കാണ്ട് മെല്ലെ അങ്ങനെ പിടിച്ച് നിർത്തിയതായിരുന്നു. പിന്നെ ഇതാ മെല്ലെ പഴംപൊരിയൊക്കെ ചുട്ട് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും ഇരുന്ന് ചായ കുടിച്ച്. ഇക്ക വന്നിട്ടില്ല, ഞാനും കുട്ടികളും തന്നെ ഉണ്ടായിട്ടുള്ളൂ. നോമ്പ് ഓർമ്മ വരിക ഇങ്ങനെ ഇരുന്ന് കുടിക്കുമ്പോൾ അല്ലേ. നമ്മൾ അടുക്കളയിൽ തന്നെയാണ്, മറ്റേ അടുക്കളയിൽ തന്നെയാണ് കുടിക്കൽ. ഈ മേശമേൽ ആ നോമ്പിനൊക്കെ തന്നെ കൊണ്ടുപോയി വെക്കലുള്ളൂ. അപ്പോൾ നോമ്പ് ഓർമ്മയായിപ്പോയി. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് എണീച്ച് മെല്ലെ നിസ്കരിക്കാനുള്ള ഒരു പോവലാണ്. ഒളു എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. നാച്ചിമോനെ ഉറക്കിയിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നത്. അപ്പോൾ ഓൻ അവിടെ ഉണരുന്നുണ്ട്. അപ്പോൾ ഇത് മെല്ലെ സ്റ്റോപ്പാക്കി വെച്ചിട്ട് ഒന്ന് നിച്ചുമോളെ ഏൽപ്പിച്ചതാ, ഒന്ന് നോക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഇപ്പോൾ രണ്ടാമത്തെ വോയിസ് കൊടുക്കുന്നത്. അങ്ങനെ ഒളുവൊക്കെ എടുത്ത് വന്ന് നിസ്കരിക്കാൻ കയറി. നിസ്കാരം കഴിഞ്ഞ് എന്തായാലും മഗ്‌രിബിന് കയറിയാൽ ഇശാഹ് കഴിഞ്ഞിട്ടേ ഞാൻ ഇറങ്ങുള്ളൂ. നിസ്കാരവും ഓത്തൊക്കെ കഴിഞ്ഞ് ഇശാഹ് കഴിഞ്ഞ് ഇശാഹിന് കുറച്ച് സമയം വൈകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തോ അങ്ങനെ ഇങ്ങനെയൊക്കെ നേരം പോയി. ഇപ്പോൾ കറി ആക്കിയിട്ടില്ലേനോ, ഇക്ക ചിക്കൻ കൊടുത്തു വിട്ടിട്ടുണ്ടേനു. അപ്പോൾ വേഗം നിസ്കരിച്ച് വന്നിട്ട് അങ്ങോട്ട് കറിയാക്കാം. മക്കൾ ഉറങ്ങിപ്പോകുന്നതിൻ്റെ മുന്നേ വേഗം ആക്കാമെന്ന് വിചാരിച്ചിട്ട്
കുക്കറിലേക്ക് വേഗം ഉള്ളിയും തക്കാളിയും പച്ചമുളകും കൂടെ അരിഞ്ഞിടുന്നതാണ്. ഞാൻ എളുപ്പത്തിന് ഇങ്ങനെ തന്നെയാണ് കേട്ടോ കറിയാക്കൽ. നേരം വൈകി ഇനി വാട്ടിയിരിക്കാനുള്ള സമയമൊന്നുമില്ല. അതുകൊണ്ട് എളുപ്പപ്പണിക്ക് വേഗം ഇതാണ് എൻ്റെ പണി. അതിലേക്ക് 3 അരിഞ്ഞിട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതാ കുക്കറിൽ അവിടെ വെച്ചിക്കണ്. ഒരു 2 or 3 വിസിലടുപ്പിച്ചിട്ട് ഓഫാക്കും. അപ്പോൾ നമ്മൾ ചട്ടിയിൽ നല്ല വാട്ടിയെടുത്ത് അത് വാടി വരൂലേ, അങ്ങനെ ആ ഒരു പരുവത്തിൽ ആയി കിട്ടും കേട്ടോ. പിന്നെ ഇതാ നമ്മൾ ആ കുഞ്ചിയിൽ ഇഞ്ചിയും വെളുത്തുള്ളി എന്തൊക്കെയോ ആണല്ലോ പറയണേ, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതക്കി എടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും അതെല്ലാം ഒന്ന് ചതക്കി ചിക്കനൊക്കെ ഒന്ന് കഴുകി കൊണ്ടുവരുമ്പോഴേക്കും കുക്കറിലുള്ള സാധനം എന്തായാലും വെന്തോളും. അങ്ങനെ അതെല്ലാം ഒന്ന് സെറ്റാക്കി എടുത്തേക്കണേ. ഇനിയിപ്പോൾ അതാ കറിയാക്കാൻ നോക്കുകയാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലോണം ഒന്ന് മൂപ്പിച്ചു. എന്നിട്ട് പിന്നെ നമ്മൾ ഈ കുക്കറിൽ വേവിച്ച് വെച്ച തക്കാളി ഉള്ളി പച്ചമുളകൊക്കെ ഒന്ന് ആ ഒരു വേവിച്ചില്ലേ അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി വാട്ടിയെടുത്തിട്ട് പിന്നെ പൊടികൾ ഇടുന്നതാണ്. മുളകും പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഇത്തിരി ചിക്കൻ മസാല, പിന്നെ മെയിനായിട്ട് എൻ്റെ കാശ്മീരി മുളകും പൊടി ഇല്ലാണ്ട് ഒരു പരിപാടി നടക്കില്ല. ഉമ്മ എന്നെ എപ്പോഴും ചീത്ത പറയലുണ്ട് കേട്ടോ, എൻ്റെ കറീൻ്റെ കളറ് കണ്ടിട്ട് എന്തോരം മുളകും പൊടിയായി ഈ ഇഡലി എന്നൊക്കെ ചോദിക്കൽ. ഞാൻ പറയും കാശ്മീരി മുളകും പൊടിയാണ്, അതങ്ങനെ എരിവൊന്നുമില്ലാന്ന്. കറി കാണാനെങ്കിലും ഒരു കുണം വേണമെങ്കിൽ കാശ്മീരി മുളകും പൊടി തന്നെ വേണം. അപ്പം ഞാനതാണ് നോമ്പിനെ ഒന്ന് കാര്യമായിട്ട് അതിനെ വേറെ ഒന്ന് പൊടിപ്പിച്ച് വെച്ചത് കേട്ടോ. മറ്റേത് കുറേശ്ശെ ഇട്ടാലും മതിയല്ലോ. പിന്നെ കാശ്മീരി ആകുമ്പോൾ കളറും ഉണ്ടാവും, അത്യാവശ്യത്തിന് എരിവുണ്ട് കേട്ടോ. അതിന് ഞാൻ ആ കറി അവിടെ വെക്കുന്ന സമയത്ത് നിച്ചുമോളോട് ഞാൻ തിരുമ്പിയ തുണികളുണ്ടായിരുന്നു കേട്ടോ കട്ടുമ്പോൾ കൊണ്ടുപോയിട്ടിട്ട്. അപ്പോൾ ഓളോട് അതൊന്ന് ചെറുതൊക്കെ ഒന്ന് മടക്കി വെക്കുമെന്ന് പറഞ്ഞിട്ട് നിച്ചുവിനെ അത് ഏൽപ്പിച്ചതാണ്. അതിൻ്റെ ഇടയിൽ ഓള് മടക്കി വെച്ച തുണികളൊക്കെ നാച്ചി പോയിട്ട് വലിച്ചിട്ടേനാണ്. ഇനി ഞാൻ മടക്കൂല എന്നൊക്കെ പറഞ്ഞ് നിച്ചോള് നിർത്തിയിട്ട് പോയത്. അപ്പോഴത്തേക്ക് ഇതാ നമ്മളെ കറി അവിടെ റെഡി ആയിക്കണ്. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഉറ്റിച്ചാൽ അതവിടെ സെറ്റായിക്കോളും. അപ്പം ഇങ്ങനെ വെച്ച് നോക്കി ഇത് എളുപ്പത്തിൽ ഇങ്ങനെ വെക്കട്ടെ. എവിടെയും പോയി വന്നിട്ടോ അല്ലെങ്കിൽ നേരം വൈകുമ്പോഴൊക്കെ മറ്റേത് ഇങ്ങനെ വാട്ടി ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ വെച്ചാൽ വേഗം കറി റെഡിയാവും, നല്ല ടേസ്റ്റും ഉണ്ടാവുമേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ ബാക്കിയുള്ള പാത്രമൊക്കെ കഴുകി നാച്ചിമോന് തുടച്ച് തരുന്നുണ്ട്. ഞാനാണ് ബാക്കി പാത്രം കഴുകുമ്പോഴേക്ക് കുട്ടി നല്ല പണിയെടുത്ത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഓനെക്കൊണ്ട് പറ്റുന്ന പണികളൊക്കെ ഓന് എടുത്തു തരും. നല്ല മോനാ, അത് തുടച്ച് തരുന്നുണ്ട്. ഇനിയിപ്പോൾ അകത്ത് വെള്ളം ഒഴിക്കണമെങ്കിൽ അതും ഒഴിക്കും, അടിച്ചു വാരാനുണ്ടെങ്കിൽ അതൊക്കെ അടിച്ചു വാരി തരും. അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ബൈ.